ചേടാ, എന്നാലും നീ പൊട്ടക്കണ്ണന്റെ വേഷം കെട്ടി എന്റെ മോളെ വശീകരിക്കാൻ നോക്കിയല്ലോടാ. അയ്യോ അമ്മേ, അല്ല ചേച്ചി, സത്യമായിട്ടും എനിക്ക് യാതൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടൊന്ന് വരട്ടെ, വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ്. കുഞ്ഞേ, ദേ നിന്നെ കെട്ടിയനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയിക്കോ. കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, പോയിക്കോ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇനി വരികയോ പോവോ എന്ത് വേണോ ചെയ്യട്ടെ, ഞാൻ പോകുന്നു. ശോഭേ, നിക്ക് 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 നിക്ക്. നിന്റെ നിന്തിരിവിടെ കൂടെ കൊണ്ടുപോയിക്കോ, പോയിക്കോ. ശോഭേ, ഇവിടെയാണ് വെച്ചേ. ശോഭേ ശോഭേ ശോഭേ, ചൂടാതെ നിനക്ക് ഞാൻ ഒന്നൊരു സാരി വാങ്ങിച്ചു തരാം. ഇതൊക്കെ ചേട്ടൻ്റെ ഒരു തമാശയല്ലേ? മോളെ, ഈ വടി മോളിൽ കൊണ്ട് ഒളിച്ചു വെക്കണം. ആ കിളവൻ കണ്ട എടുത്തോണ്ട് പൊക്കളയും. അവിടെ നിൽക്കണം, ഇങ്ങോട്ടൊന്ന് വരണം. വലിയ ധർമ്മപുത്രാണല്ലേ? ബെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ ബെറ്റ് വെക്കുക അല്ലേ? എന്താ സരസ്വതി ഈ പറയുന്നത്? മോളെ വടിഞ്ഞതാ. നിങ്ങളെ ഒന്ന് അകത്തേക്ക് വരണം. എന്തിനാ സരസ്വതി? എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് അകത്ത് പോയി സംസാരിക്കാന്നേ. അതെ, ഇവിടെ വെച്ച് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ സരസ്വതി. നമ്മൾ ബെറ്റ് വെച്ചോ? ആരോട്? പൊട്ടക്കെണ്ണം പറഞ്ഞു കൊടുത്തായിരിക്കും. നിങ്ങൾ ബെറ്റ് വെച്ചോ? ബെറ്റ് വെച്ചോന്ന്? ഒരു ബെറ്റ് വെച്ചു. ബെറ്റ് വെക്കോ സരസ്വതി? അബദ്ധം പറ്റിപ്പോയതാ. അതെ, ഇനി മേലെ ഞാൻ അവിടെ ബെറ്റ് വെക്കൂല. ഇനി ബെറ്റ് വെക്കുവോന്ന്? ഇല്ല, തീർച്ച. മേലാൽ അങ്ങനെ ചെയ്യോ? ചെയ്യൂല, ചെയ്യൂല. എന്താ ഉറപ്പ്? ബെറ്റ് വെക്കാം. ഹിന്ദി മാഷല്ലയോ? അതെ. ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ? അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീടറിയാലോ? മേജർ നായരുടെ മകന്റെ കാര്യമല്ലയോ നിങ്ങൾ പറയുന്നത്? മകനോ? മകൻ തന്നെ. ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഉടനെ വരണേ, എക്സാം ഉള്ളോ. എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കള്ളൻ? നിങ്ങൾക്കങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്തിയ ഒരാളെ പറ്റി ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതഭിപ്രായമാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? അയാളാണ് ആ കൃത്യനിഷ്ഠക്കാരൻ. കൃത്യസമയത്തിന് വരും. മാസ്റ്റർ അകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നട്ടെ, ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവന്റെ അടുത്ത് ബെറ്റ് വെച്ചിട്ടുണ്ടോ? എന്തോന്ന് ബെറ്റ്? ഞാൻ അവനെ ആദ്യം കാണുന്നതന്നെ ഇവിടെ വെച്ച. മാഷ, നമസ്തേ മാസ്റ്റർ ജി, ആയിയേ ബൈഠിയേ. എനിക്ക് നല്ല സുഖമില്ല. ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ലേ? ആരെ? അത് പോട്ടെ, സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ, ഉത്തർപ്രദേശ് വല്യച്ഛൻ. അദ്ദേഹം മരിച്ചുപോയല്ലോ. അമ്മാവൻ? അമ്മാവൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിന്റെ വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നെന്നോ? സ്മോൾ പോക്സ് ഇല്ല. സത്യം പറ, താൻ ആരാ? എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിവിടെ വന്നത്? മേഡം, എന്ത് പറ്റി? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും. മേഡം, അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാഷിനെ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. നീ മേഘന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ. എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ. ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് നേരത്തോട് പറഞ്ഞത്? ഞാൻ തന്നെ ആ തെണ്ടി.
അടിച്ച് നിന്റെ കരണക്കുറ്റിയും ഓ പൊട്ടിച്ചളയും. തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ? തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാടോ. അന്ന് നിന്റെ ജാവമായിരിക്കും. കൊല്ലും ഞാൻ. ആരെ കൊല്ലുവാ നീ? എന്റെ സ്റ്റുഡന്റിന്റെ മുമ്പ് വെച്ച് എന്നെ അവമാനിക്കല്ലേ മാഡം? ഇറങ്ങ്, അയ്യോ മാഡം. ഇറങ്ങാനാ പറഞ്ഞത്, ഇറങ്ങ്. ഇനി ഈ റോഡിൽ നിന്നെ കണ്ടുപോരുത്. ഓ, ഭഗവാനെ, ഇങ്ങനെ ഒരു കള്ളന്മാര്. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർ കയറി വീട് ഭരിക്കും. മനസ്സിലായോ? അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആ ദേ, ഇനി അതും പറഞ്ഞിട്ട് കൈ ഭരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. ആരെങ്കിലും അവള് പ്രേമിച്ചാ മതിയല്ലോ. സത്യസന്ധനായ ഈ ഗോപിപ്പിള്ള പറയുന്നു അവക്ക് പ്രേമമുണ്ട്. തനിക്ക് ദിവസേന കള്ള് കുടിക്കാനുള്ള അടവാണെങ്കിൽ അത് പറഞ്ഞിട്ടേ പോരെ. ബാച്ചോണ്ട് അത് പറയരുത്. ഏത് നീ പറഞ്ഞത് എന്ത്? ഞാൻ സത്യസന്ധമാ അന്വേഷിച്ച ശേഷമാ പറഞ്ഞത്. അവക്ക് പ്രേമമുണ്ട്. ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടുറോട്ടിൽ വെച്ച് തല്ലി. അവന്റെ ഒരു വശത്തെ മീശ എടുക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കളവ് പറയുമ്പോ എന്റെ പൊന്നണ്ണ. അണ്ണ, അണ്ണന്റെ ജീവിതത്തിൽ കള്ളല്ലാതെ വേറെ എന്തും പറഞ്ഞിട്ടുണ്ട് എന്റെ അണ്ണ. തന്നെണ്ണ അതെ അതെ. ആരുമായിട്ട് അവൾക്ക് പ്രേമം? ഒരു കാളെ വലവലാതിയായിട്ട്. മേജർക്ക് അത് മതി. നാളെ ഞാൻ കാണിച്ചു തരാം. അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. അല്ല, നമുക്ക് അല്പം കൂടി മദ്യപിച്ചാലോ? ഒന്നുമില്ല, ഇപ്പൊ കുടിച്ചോടത്തോളം മതി. കാര്യം സക്സസ് ആവുകയാണെങ്കിൽ തനിക്ക് കള്ള് ഷാപ്പിൽ ഒരു ജോലി ഞാൻ വാങ്ങിച്ചു. സ്വാമിയേ, എനിക്കത് മതിയേ. ജോലിയോ? അല്ല, കള്ള് ഷാപ്പ് വാങ്ങിച്ചാ ഒന്ന് മാറുക. നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണെന്ന്. എന്താ അല്ലേ? പിന്നെ എടാ, പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസിയാ. അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ. നിനക്കതില്ല. എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്താ ഡീസൻസി? ഒരു സത്യം പറഞ്ഞാൽ നീ ഞെട്ടരുത്. നിന്നെ അവൾക്ക് അറപ്പായിരുന്നു. പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ സ്വല്പം ചോരുക്കുണ്ടല്ലോ. എന്ത് ചെയ്യാം, ഞാനൊരു സുന്ദരനായി പോയി. അവൾ വീണു വീണില്ല എന്ന പരുവത്തിയായിരുന്നു. രണ്ടുകൂടെ ചേർന്ന് നമുക്കിട്ട് പാര വെച്ചോളാം. എന്നെ അങ്ങ് വിട്ടേരെ. യഥാർത്ഥ പാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം. മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു, നടന്നില്ല. പാര വന്നത് ഏത് ഭാഗത്ത് നിന്നാ കോരെ? ഈ കോരയ്ക്ക് പാര വെച്ചാണ് ആയര. നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത്. ഉറപ്പാണ്. എടാ, നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ? അയാള് കള്ളനാ. എന്നെ അയാള് കുടിപ്പിച്ച് കൊരങ്ങനായി കളഞ്ഞില്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും. എന്ന് വെച്ചാ ആ മീശക്കഴുവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഒത്തുപിടിച്ചാൽ അവർക്ക് വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെ ആ കിളവൻ ഗതി മുട്ടുമ്പോൾ മുട്ടുകുത്തും. എന്റെ കാലിൽ കാലേതാണ് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നീ മാറരുത്. ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ഓക്കെ. ഓക്കെ.